ഗൈസ് വെൽക്കം ബാക്ക് മച്ചമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ നാളെ അങ്ങനെ വീണ്ടും ഒരു മെയിൻ്റെനൻസ് വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ലൈവ് ഉണ്ടാവും രാവിലെ 10 മണി തൊട്ടാണ്. അപ്പോൾ ഗൈസ് കുറച്ച് എന്താ പറയുക കോയിനും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. കാരണം നമ്മുടെ ഓൾറെഡി നമ്മുടെ കൊനാമി പുതിയ ക്യാമ്പയിനും കാര്യങ്ങളും കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചമാരെ നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം. ഗൈസ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യേണ്ടി കാണുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 10K ആണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു 1K ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് പോകാക്കാം. ഓക്കെ, അപ്പം നല്ല കിടക്കാച്ച വീഡിയോ ഒക്കെ ഇതിനുള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാൻ വേണമെന്ന് വെച്ചാൽ നമ്മുടെ കാർണിവൽ ക്യാമ്പയിൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇന്നും കൂടി ഉള്ളൂ. നാളെ നമുക്ക് എന്താ പറയുക ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഒക്കെ നമുക്ക് കിട്ടിയതാണ്. നാളെ പുതിയൊരു ക്യാമ്പയിൻ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറേ ക്യാമ്പയിൻ ഇതുവരെ നടത്തിയിട്ടില്ല. 888 മില്യൺ ക്യാമ്പയിൻ ഉണ്ട്. ഇതും പ്രമാണിച്ച് കുറേ പാക്കുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാണ്. നമ്മുടെ കക്ക, പിന്നെ നമ്മുടെ എഡ്ഗർ ഓൾറെഡി വന്നു, ടോറസ്, ഈ ഒരു പാക്കുകളൊക്കെ വരുമെന്ന് കേട്ടെ. അപ്പോൾ മിക്കവാറും കേസ് നമ്മുടെ ടോറസിൻ്റെ പാക്കൊക്കെ പോകുന്നതോടെ തന്നെ എന്താ പറയുക മിക്കവാറും അവർ നല്ലൊരു പാക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് കുറച്ചായിട്ട് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേസ് നാളെ പോർട്ട്വേയിൽ ഇനി വരാനുള്ള നമ്മുടെ ബ്രൂണോയുടെ കാർഡുണ്ട്, പിന്നെ നമ്മുടെ വിനീയുടെ കാർഡുണ്ട്. നാളെ ഇതൊക്കെ വരുന്നതായിരിക്കും. പിന്നെ കേസ് കുറച്ച് ഡാറ്റാബേസിലുള്ള എപ്പിക് പ്ലേയേഴ്സ് ആണ്. ഒന്നെങ്കിൽ നാളെ കുറച്ച് എപ്പിക് പ്ലേയേഴ്സിന് ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെയാണ് വന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടാകില്ല. നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കറിയാം ആ ഒരു എന്താ പറയുക പ്രമാണിച്ച് എന്തെങ്കിലും, അതായത് കേസ് എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഗ്രൂപ്പിനെതിരെയാണ് തന്നെ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ച അത്ര മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യം കുറയ്ക്കുമ്പോൾ ഈ പ്രാവശ്യം അവർ എന്തെങ്കിലും കൂട്ടിത്തരേണ്ട കാര്യമുണ്ട്. ജപ്പാനിൽ കുറേ പ്ലേയേഴ്സിനെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓൾറെഡി ഇനി വരാനുള്ള കുറച്ച് പ്ലേയേഴ്സ് നമ്മുടെ ഡാറ്റാബേസിൽ കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നാണ്. നമ്മുടെ സ്നൈഡർ, ഈ കൊല്ലർ, അതുപോലെ ടോറസ്, റൗള്, ഇതൊക്കെ ഓൾറെഡി ഡാറ്റാബേസിലുണ്ട്. ഈ വരാനുള്ള കാർഡുകളാണ്. പിന്നെ നമ്മുടെ മെക്കലയിലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എടുക്കുന്നതിന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പുയോളൊക്കെ ഓൾറെഡി വന്നു പോയതുകൊണ്ട് നമുക്ക് അതിന് പറയാൻ പറ്റില്ല. പക്ഷേ പീറ്റർച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഒരു ആർട്ട് കണ്ടതാണ്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആട്ടോ. എന്താ വെച്ചാൽ കൺഫേംഡ് അല്ല. നമ്മുടെ മിലാനോൻ്റെ 3 പേര്, ഒന്നാമത് നമ്മുടെ ബെർഗോമി, പിന്നെ നമ്മുടെ സെസർ, സാമുവലീറ്റോ, മിക്കവാറും ഗൈസ് എന്താ പറയുക ഇതിൽ വരികയാണെങ്കിൽ തന്നെ ഈറ്റോ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത മിക്കവാറും ഗോളി വരാനുള്ള ചാൻസ് നമ്മുടെ പീറ്റർ ചെക്കിന് തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് കേസ് ഇന്നത്തെ ചെറിയൊരു പ്രഡിക്ഷൻ. പിന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ ഞാൻ ഈ ഒരു വീഡിയോ കുറേ ആയിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ആരോൺ ബൗമൻ എന്ന് പറഞ്ഞൊരു CB പ്ലെയർ 106 കയറുമെന്നാണ് കേട്ടത്. അതായത് നമ്മുടെ പുയോണ്ട് അത്രയെങ്കിലും കയറുമെന്നാണ് കേട്ടെ. അപ്പോൾ നിങ്ങളെന്തായാലും ഞാനത് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്താണ് സംഭവം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ കേസ് ഇന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നൊരു സംഭവമാണ് 900 മില്യൺ ക്യാമ്പയിൻ ആയിരിക്കും നാളെ വരുന്നതെന്ന് കേട്ടു. എന്തായാലും നാളെ ക്യാമ്പയിൻ വരികയാണെങ്കിൽ കേസ് നമുക്കൊരു 300 പേര് ഉറപ്പിക്കാം. കാരണം ഓൾറെഡി എല്ലാ മാച്ചും കാര്യങ്ങളും ഈവൻറ്റും എല്ലാം മാറ്റാൻ പോവാണ്. അപ്പം മിക്കവാറും കൊനാമി വീണ്ടും നമുക്കിതുപോലെ ഒരു 15 ലാപ്പ് തന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു കോയിൻ കുറഞ്ഞ അല്ല 500 കോയിനാണ് 500 കോയിൻ അത് മതി. കാരണം കൊനാമി ഓൾറെഡി കുറച്ച് കൂട്ടി തട്ടേ നിൽക്കുന്നു. പിന്നെ കേസ് ഓൾറെഡി നിങ്ങൾക്കറിയാം യമാലിൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും യമാലിനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു വോളിയം ഈവൻറ്റ് മിക്കവാറും ഇവർ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് 850 മില്യൺ ഡൗൺലോഡ്സ് ആണ്. അപ്പോൾ മിക്കവാറും ഗൈസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാസം ആയിട്ടുണ്ടാവും നമ്മളെല്ലാവരും ബ്ലിറ്റ്സ് സണ്ണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു പവറൊക്കെ കുറഞ്ഞു, ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ മിക്കവാറും കൊനാമീൻ്റെ അടുത്ത പരിപാടി എനിക്ക് തോന്നുന്നു സണ്ണിനെ ഇറക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഗൈസ്. കാരണം ഓൾറെഡി ഇവർ അങ്ങനെയാണ്. നമ്മളെ മെസ്സിനെ കുറച്ച് മെസ്സിനെ ഇട്ടു, നെയ്മറിനെ കുറച്ച് നെയ്മറിനെ ഇട്ടു. പിന്നെ നമ്മുടെ റിപ്പീറ്റഡ് ആയ പാറ്റുകൾ വീണ്ടും റിപ്പീറ്റ് വന്നിട്ടിരുന്നു. കാരണം നിങ്ങൾക്കറിയാം സാബിയൊക്കെ വന്ന് അതേപോലെ തന്നെയാണ് ഇപ്പം അവരുടെ കൊനാമിയുടെ പരിപാടിയാണ്. കാരണം സാബിൻ്റെ ഫസ്റ്റ് നിലവിലുള്ള സാബിൻ്റെ മാനേജർ ഇത് കുറച്ചിട്ട് നിലവിലുള്ള വീണ്ടും ഒരെണ്ണം ഇറക്കി. അപ്പം മിക്കവാറും സണ്ണിൻ്റെ പരിപാടി ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്കറിയാം പണ്ട് നമ്മൾ കിങ് ഓഫ് ദ കോയിൻ എന്ന് പറഞ്ഞൊരു 10 രൂപ കോയിൻ നിങ്ങൾക്കറിയാം ഈ ഒരു കോയിൻ ഈവൻറ്റ് പങ്കെടുത്തവർക്ക് അറിയാം ഇങ്ങനെ വരുന്ന ക്യാമ്പയിൻ എല്ലാ ദിവസവും ലോങ് ബോണസ് ആയിട്ട് കിട്ടുമായിരുന്നു. മിക്കവാറും ഗൈസ് ഈ ഒരു നാളത്തെ മെയിൻ്റെനൻസ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു ക്യാമ്പയിൻ നടത്താനായിരിക്കും. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്യാമ്പയിൻ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് മെയിൻ്റെനൻസിൽ കാണണം. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ട് നൈറ്റ് ലൈവിൽ ജോയിൻ ചെയ്യുക. നമ്മളെന്തായാലും ഉഷാറാക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക ഒരു 500 രൂപ കോയിനെ കൊനാമി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ CR7ൻ്റെ കാർഡൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഫേക്ക് ന്യൂസും ടെലിഗ്രാം ഗ്രൂപ്പിലും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. എനിക്ക് തോന്നുന്നു റൊണാൾഡോൻ്റെ ഏതെങ്കിലും അവർ കാർഡ് തരാനേ ചാൻസ് ഉള്ളൂ. ഏതെങ്കിലും കാർഡ് കിട്ടും. നമ്മൾ ഇന്ന കാർഡെന്ന് പറയുന്നില്ല. 2008 കാർഡിലൊക്കെ നമ്മുടെ ജസ്റ്റ് ഇതാണ് കേസ്. അതൊന്നും ആയിരിക്കില്ല. മിക്കവാറും അവർ വേറെ ഏതെങ്കിലും കാർഡുകളെ തരാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് പോർട്ട്വേയൊക്കെ തന്ന പോലെ, അല്ലാണ്ട് അവർ വേറെ ഒന്നും തരൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്കൊക്കെ അടിച്ച് ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.